കേരളത്തിൽ ഇത് എന്തൊരു ചൂടാ അല്ലേ. രാത്രി ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പാതിരാത്രി വിയർത്ത് കുളിച്ച് എഴുന്നേക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും കാണുന്നത്. അതിനോടൊപ്പം മറ്റൊരു പ്രോബ്ലം മുതിർന്നവരായാലും കുഞ്ഞു മക്കളായാലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു അല്ലെങ്കിൽ ഹീറ്റ് റാഷ്. ചൂടുകുരു കൺട്രോൾ ചെയ്യാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം കെയർ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. കഴിവതും നമ്മൾ ലൂസ് ആയിട്ടുള്ള കോട്ടൺ ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അമിതമായി വിയർക്കുന്നവരാണെങ്കിൽ 2-3 തവണ നിങ്ങൾ കുളിക്കുക. ഈ റാഷ് ഉള്ള സ്ഥലത്ത് നമ്മൾക്ക് കോൾഡ് കംപ്രസേഴ്സ് ഉപയോഗിക്കാം. അതായത് കോൾഡ് ബാഗ് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഡെയിലി 2-3 തവണ ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിലീഫ് ആയിരിക്കും. കഴിവതും ഈ പ്രിക്ലി ഹീ പൗഡേഴ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാര്യം നമ്മൾ ഈ ചൂടുകുരു മെയിൻ ആയിട്ട് വരുന്നത് തന്നെ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്സ് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ്. ഈ പോർസ് എല്ലാം ക്ലോസ് ആയി പോവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചുമന്ന് പൊന്തി റാഷസ് വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ഇതുപോലുള്ള മോയ്സ്ചറൈസർ ക്രീംസ് ഉപയോഗിക്കുമ്പോഴത്തേനും ഇത് കൂടുതൽ പസ് ഫിൽഡ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആവാനേ സാധ്യതയുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കലാമിൻ ലോഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് 2-3 തവണ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന അലോവേറ ജെല്ല് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾവേസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. വെള്ളം നന്നായി കുടിക്കുക. പുറത്തു പോകുന്നവര് ശ്രദ്ധിക്കേണ്ടത് സൺസ്ക്രീന് കൃത്യമായി ഉപയോഗിക്കുക. അത് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതും അത് നല്ലൊരു SPF ഉള്ള സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ റാഷസ് 3-4 ദിവസമായിട്ടും ഇത് മാറുന്നില്ല, അല്ലെങ്കിൽ ഇത് വലിയ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് കുമിളകളായി നിറഞ്ഞ അല്ലെങ്കിൽ പഴുപ്പ് നീര് എന്തെങ്കിലും നിറഞ്ഞു വരിക അല്ലെങ്കിൽ പനി ഉണ്ടാവുക, എസ്പെഷ്യലി കുഞ്ഞുങ്ങളുടെ കേസിലാണെങ്കിൽ എപ്പോഴും അവർ ഇറിറ്റബിൾ ആയിരിക്കും. ഫീഡിങ് ചെയ്യാനും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.